ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ചാറ്റ് ജി പി ടി തന്ന 8ൻ്റെ ഒരു പണീനെ പറ്റിയാണ്. അതായത് ഗായ്സ്, ഞാൻ പൊതുവേ ഫിഷ് കഴിക്കാത്ത ഒരാളാണ്. എനിക്ക് ചെറുതിലേ തൊട്ടേ ഫിഷിൻ്റെ സ്മെല്ല്, ടേസ്റ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല. എന്നും പറഞ്ഞ് ഞാൻ തീരെ ഫിഷ് കഴിക്കാത്ത ആളല്ല. ചെറിയ മീൻ, ചില മീനൊക്കെ ഉണ്ടല്ലോ, ഇപ്പം നെത്തോലി, ക്രാബ്, അതേപോലെ തന്നെ കിളിമീൻ, ഇതൊക്കെ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിൽ ഞാൻ കഴിക്കാറുണ്ട്. എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കത് മീൻ വേണം നിർബന്ധമില്ലാത്ത ഒരാളാണ്. അപ്പോൾ കറൻ്റ്ലി ഐ എം ഓൺ 21 ഡേയ്സ് നോ ഷുഗർ നോ ജങ്ക് ചാലഞ്ച്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചാറ്റ് ജി പി ടിയോട് ഹെൽത്തി മീൽ പ്ലാൻ അല്ലെന്നുണ്ടെങ്കിൽ റെസിപ്പി എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ചുമ്മാ എനിക്കിതേപോലെ ഒരു റെസിപ്പി തന്നു. സാൽമൺ നല്ലതാണ്, റിച്ച് ഇൻ ഒമേഗ 3, അങ്ങനെ കുറേ കാര്യങ്ങൾ, ബ്രെയിൻ ഹെൽത്ത്, സ്കിൻ ഹെൽത്ത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ട് അത് നല്ലൊരു റെസിപ്പിയാണെന്ന് പറഞ്ഞു. ആൻഡ് അതേപോലെ തന്നെ കുറേ നാളായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ഈ ഫുഡിനോടുള്ള ഒരു, ഞാൻ ഇങ്ങനെ ചൂസി ആയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റണം. അതേപോലെ തന്നെ കുറച്ച് ഞാൻ ബീഫ് കഴിക്കാറില്ല, ലാമ്പ് കഴിക്കാറില്ല, എഗ്ഗ് എനിക്കിഷ്ടമല്ല. അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ആ ശീലങ്ങളെന്ന് ഞാനിങ്ങനെ കുറേ നാളായിട്ട് എനിക്ക് വേണ്ടി തന്നെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു, ഓക്കെ എന്തായാലും ചാറ്റ് ജി പി ടി പറഞ്ഞതല്ലേ, ഒന്ന് ശ്രമിച്ച് നോക്കാം. ആൻഡ് കുറേ നാളായിട്ട് ഇതെൻ്റെ പ്ലാനിലുള്ളൊരു സാധനമാണല്ലോ, ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല. അങ്ങനെ ഞാനും വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസിൽ സാൽമൺ എനിക്ക് കഴിക്കാൻ പറ്റും. കാരണം ചാറ്റ് ജി പി ടിനോട് ഞാൻ ചോദിച്ചു, ഹൗ ഡസ് സാൽമൺ ടേസ്റ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതെന്താണ്, ഫിഷി സ്മെൽ ഉണ്ടാകുമോ? അപ്പോൾ പറഞ്ഞ കമ്പാരിറ്റീവ്ലി ഫിഷി സ്മെല്ല് കാണില്ല, ടേസ്റ്റ് നോർമൽ ഒരു മോഡറേറ്റ് ഇതായിരിക്കും വരാൻ പോകുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനതും കേട്ട് ഒന്നും നോക്കാതെ ഓടിപ്പോയി ഒരു സാൽമൺ വാങ്ങി. അതേപോലെ തന്നെ പ്ലാൻ എല്ലാം സെറ്റ് ചെയ്ത്. ആൻഡ് ആ ഒരു റെസിപ്പി കണ്ടപ്പോൾ എനിക്കെന്തോ അതെനിക്ക് ഇഷ്ടപ്പെടുമെന്ന് മനസ്സിന് തോന്നി. അങ്ങനെ ഞാൻ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങനെ സാൽമൺ ടസ്കൻ, ട്രെൻഡിങ് ആയിട്ടുള്ള, അതേപോലെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര ട്രെൻഡിങ് റെസിപ്പിയാണല്ലോ. അപ്പം ഞാൻ അതിനായിട്ടുള്ള പ്രിപ്പറേഷൻ വേണ്ടിയിട്ട് എല്ലാം വാങ്ങി, എല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ നോർമലി എങ്ങനെയാണോ, എനിക്ക് ഫിഷ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഫിഷ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. ഞാൻ മുഖമൊക്കെ കെട്ടി വെച്ചാണ് ഫിഷ് എടുത്തത് പുറത്തോട്ട്. അപ്പം ഫസ്റ്റ് തുറന്നപ്പോൾ ഭയങ്കര ഫിഷി സ്മെല്ലൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ, ചാറ്റ് ജി പി ടി കറക്റ്റാണ്, അത് സെറ്റാണ് എന്ന് വിചാരിച്ചു. അങ്ങനെ എന്നാലും എനിക്ക്, നമുക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അത് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഇത് അറപ്പ് കാണുമല്ലോ. അങ്ങനെ ഞാൻ പതുക്കെ ഫിഷെല്ലാം ക്ലീൻ ചെയ്ത് അത് കുറച്ച് നേരം ഡ്രൈ ചെയ്തിട്ട് ഞാൻ മാരിനേഷനിലേക്ക് കടന്നു. പെപ്പർ, സോൾട്ട് ആൻഡ് ചില്ലി ഫ്ലേക്സ്, ഇതാണ് ഞാൻ മാരിനേറ്റ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഒരു സംഭവം. അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. എല്ലാ സ്റ്റെപ്സും അതേപോലെ തന്നെ ഫോളോ ചെയ്തു. അതെല്ലാം ഒന്ന് ഇച്ചിരി ഒലിവ് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തു. ഡീപ്പ് ഫ്രൈ അല്ല, ഒരു 3 മിനിറ്റ്സ് വൺ സൈഡ് ആൻഡ് അതർ സൈഡ് ഒരു 3 മിനിറ്റ്സ് എക്സ്ട്രാ, അങ്ങനെ ചെയ്ത് സെറ്റാക്കി എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴേ ഒരു സ്മെല്ല് വരുന്നുണ്ട്. കാരണം ഈ ഫിഷ് ഫ്രൈ ആകുമ്പോൾ ഒരു സ്മെല്ല് വരുമല്ലോ. അത് വന്നപ്പോഴേ എനിക്ക് തോന്നി, അയ്യോ പണി പാളി, ഇത് ഞാൻ എങ്ങനെ തിന്നാൻ പോവാ, എനിക്കിഷ്ടമല്ലാത്ത മണം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ വാള് വെക്കാൻ വരുന്നത്, ഞാൻ എന്തെല്ലാം ചെയ്യണമെന്നറിയാതെ. എന്നിട്ട് ഞാൻ കുറച്ച് ഗാർലിക് എല്ലാം ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അതിനിപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ഇല്ല ഇല്ല ഇല്ല, മൈൻഡ് ഇങ്ങനെ വെച്ചാൽ ശരിയാകത്തില്ല, പ്രിപ്പയർ ചെയ്യ്, കഴിച്ചേ പറ്റൂ എന്തായാലും. ഒരു വഴിക്ക് ഇറങ്ങി അതങ്ങ് കംപ്ലീറ്റ് ചെയ്യും എന്ന് വിചാരിച്ച് ഞാൻ കടിച്ചു പിടിച്ച് നിന്ന് ഇതൊക്കെ ചെയ്തു. അതായത് എന്താ പറയുക, ഓണിയൻ സോട്ടെ, അതേപോലെ തന്നെ കുറച്ച് ഗാർലിക്കാണ് ഫസ്റ്റ് ഇട്ടത്. അപ്പം നല്ലൊരു സ്മെല്ല്, ഫ്ലേവറൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് ചില്ലി ഫ്ലേക്സ്, ചെറി ടൊമാറ്റോ, സ്പിനച്ച്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത്. അത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ച് ക്രീം, ഡബിൾ ക്രീം, അൺസ്വീറ്റൻ ഡബിൾ ക്രീം ഒഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് പെപ്പർ, കുറച്ച് മിക്സഡ് ഹെർബ്സ് എല്ലാം ഇട്ടു. അതൊന്ന് ഇതായി കഴിയുമ്പം ഭയങ്കര തിക്കായതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടുവോ. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്തപ്പം സംഭവം കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ലൈക്ക് ക്രീമി ടേസ്റ്റ്, വേറൊരു ഇതില്ല, ഫിഷിൻ്റെ അങ്ങോട്ട് ഭയങ്കര ഒരു ടേസ്റ്റ് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്നെക്കൊണ്ട് കഴിക്കാൻ പറ്റും എന്നുള്ള ഭയങ്കര കോൺഫിഡൻസ്. പുട്ടും ഈ സാൽമൺ ടസ്കനും കഴിക്കാനാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ പുട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഗ്രേവിയിലോട്ട് ഞാൻ സാൽമൺ ഇട്ട് കൊടുത്തു. അപ്പോഴാണ് കഥ മാറിയത്. ഒരു സ്മെല്ലെല്ലാം വരാൻ തുടങ്ങി. അപ്പോഴേ എനിക്കൊരു മടുപ്പ് വന്ന് തുടങ്ങി. പിന്നെ ഞാൻ പുട്ടെല്ലാം റെഡിയാക്കി കൂടെ കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാം സെറ്റ് ചെയ്തു. പ്ലേറ്റ് എടുത്തുകൊണ്ട് പോയി കഴിക്കാനിരുന്നു. ഇരുന്ന് കഴിഞ്ഞ് ഒരു വായി വെച്ചപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്, ഇതെന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഞാൻ പൊതുവേ അങ്ങനെ ഫുഡൊന്നും കളയാത്ത ഒരാളാണ്. അതായത് എന്നെക്കൊണ്ട് പറ്റാത്ത സാധനം ഞാൻ എടുക്കാറില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷേ ഇവിടെ എനിക്ക് തെറ്റ് പറ്റി. അങ്ങനെ അത് മൊത്തവും വേസ്റ്റിൽ പോവാണ് ഗൈസ്.
അവസാനം ഞാൻ എൻ്റെ ഡിന്നർ പുട്ടും പഴവുമാക്കി. ഇതാണ് നടന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.